നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആളിയാ ഫ്രണ്ട്ഷിപ്പ്. അതെ, പ്രായത്തിനെ തോപ്പിച്ച ഫ്രണ്ട്ഷിപ്പ്. നിനക്ക് സ്കൂളിലൊന്നും പോണ്ടായിരുന്നോ? ഞായറാഴ്ചയായിട്ട് വാപ്പോണ്ട് ചെയ്ത സ്കൂള്. സൺഡേ ആയിരുന്നില്ലേ ഇന്ന്? ദിവസവും അറിയാൻ വയ്യ. ഉച്ച വരെ കിടന്നുറങ്ങുന്നു, ഉച്ചയ്ക്ക് എണീക്കുന്നു, ചോറ് കഴിക്കുന്നു, വൈകിട്ട് വരെ ഫോണിൽ നോക്കിയിരിക്കുന്നു, വൈകിട്ട് ചായ കുടിക്കുന്നു, കുറച്ചു നേരം ഫോണിൽ നോക്കിയിരിക്കുന്നു, രാത്രി വന്ന് ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങും. ഇത് തന്നെ റിപ്പീറ്റ്. അല്ല പണിക്ക് പോണോ? അപ്പൊ ഓക്കെ ആവും. പണിക്ക് പോയാലും രാവിലെ എണീക്കണം, ജോലിക്ക് പോകണം, വൈകിട്ടാകുമ്പോൾ വരും, എന്നിട്ട് രാത്രി ആകുമ്പോൾ കാപ്പിയും കുടിച്ചിട്ട് കിടന്നുറങ്ങണം. ഇത് തന്നെയല്ലേ? അത് ശരിയാണ്. കമ്പയർ ആകുമ്പോൾ മറ്റേതാ നല്ലത്. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. നമ്മളെ പൂർവികരെ വേണം പറയാൻ. അവരാവുന്ന കാലത്ത് കുറച്ച് വസ്തു എല്ലാം മേടിച്ചിട്ട് അതിന് കുറച്ച് വിറ്റ് തിന്നെങ്കിലും ജീവിക്കായിരുന്നു. അവരെ പറയാക്കത്തില്ലടാ, അവരാ കാലത്ത് ചക്കോരി വളി വിട്ട് കിടക്കുമായിരുന്നു. ബാസു, നീ എന്തിനാണ് നിന്റെ പ്രായത്തിലുള്ള ടീമുകളായിട്ട് കമ്പനിയോടെ ഈ മുതുവായ എന്റെ അടുത്ത് കമ്പനിയോട് നടക്കുന്നത്? വലിയ ആൾക്കാരുടെ കമ്പനിയുടെ കുറെ അറിവൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ കൂടിയതാ. പക്ഷെ ഞാൻ അടുത്തപ്പോഴേ അറിഞ്ഞത് ഇത് മണ്ടപോയ തെങ്ങാണ്. അവസാനം ആ സത്യവനും മനസ്സിലാക്കി കളഞ്ഞല്ലേ. പിന്നെ ആദ്യമായിട്ട് മൂക്കിൽ കൂടെ പുകവിടാൻ പഠിപ്പിച്ചതാരാ? ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് ഇഷ്ടമെന്ന് പോയി പറയാൻ പറഞ്ഞതാരാ? അതേ കണക്ക് തന്നെ ഒരു പെങ്കൊച്ചിന്റെ പിക്കപ്പ് ലൈൻ പറഞ്ഞ് വളയ്ക്കാൻ പഠിപ്പിച്ചതാരാ? എന്നിട്ടാണോ നീ മണ്ട പോയ തെങ്ങെന്ന് പറഞ്ഞ ആക്ഷേപിക്കുക? അല്ലെങ്കിൽ ഇവന് ഇതേപോലത്തെ കാര്യത്തിനെ കൊള്ളാമോ? ആരെന്തൊക്കെ പറഞ്ഞാലും അപ്പൂനെ കറങ്ങാനും സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ലേ. ഞാൻ ഹാപ്പിയാണ്. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒരു കാലത്ത് പിരിയരുത്. എന്ന് നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം. ഫ്രണ്ടാ. അയ്യോ, നാളെ തിങ്കളാഴ്ച നീ സ്കൂളിൽ പോകണം. അപ്പൊ ശരി, ഞാൻ അടുത്ത ആഴ്ച കാണാം. കട്ടള പോലെ കൂടെ കാണുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് തോ പോകുന്നു. ഇനി ഇവനെ അടുത്ത ആഴ്ച നോക്കിയാൽ മതി. പോസ്കോപ്പിളർ കമ്പനി അടിച്ചാൽ അല്ലേലും ഇതോ കുഴപ്പം.